ഹലോ, ഞാൻ മിനി. മിനി ചാനലിലെ ഇന്നൊരു തട്ടിക്കൂട്ട് പാചകമാണ്. എൻ്റെ പാചകങ്ങളെല്ലാം ഒരു തട്ടിക്കൂട്ട് പാചകങ്ങളാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, എല്ലാം ഒരു ഉടായിപ്പ് പരിപാടികളാണ്. അപ്പൊ ഇന്നൊരു മീൻകറിയാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് മീൻകറി വെക്കാം. പാൻ വെച്ചു. പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഇടാം. ഉള്ളി ഇട്ടു. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടായിട്ടിരിക്കുന്നേ. ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഒരു 2 പച്ചമുളക് കൂടി ഇതിനകത്ത് അരിഞ്ഞിടാം. ഇതിന് വലിയ എരിവില്ലാത്ത ആയതുകൊണ്ട് ഒരു 3 ഇടാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ. ഇനിയും കുറച്ച് കരിയാപ്പില ഇടാം. നമ്മുടെ വീട്ടിലെ കരിയാപ്പില തന്നെയാണ്, നേരത്തെ കഴുകി വെച്ചാണ്. അപ്പൊ ഇനിയും കഴുകേണ്ട ആവശ്യമില്ല. കരിയാപ്പില ഇട്ടു. കറിവേപ്പില എന്ന് പറയാം, നമ്മൾ നാടൻ ഭാഷ കരിയാപ്പില എന്നൊക്കെ പറയാം. ഇവൻ ഈ ലൂക്കക്കുട്ടൻ ഇവിടെ വാ. ലൂക്ക, പുപ്പു വാ, ഇവിടെ ഇരുന്നോ. സിറ്റ് സിറ്റ് സിറ്റ്. ഡാ വാടാ. ഗുഡ് ബോയ്. അപ്പൊ പുപ്പു, ഇനി നമ്മള് ഇതിനകത്ത് എന്താ ഇടേണ്ടത്? മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇടാം. കടുവറ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ചോളൂ. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടേക്കുക. അയ്യോ, ഒത്തിരി താഴെ പോയി. സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമേ ആക്കരുത്. താഴെയൊക്കെ പോകും നമ്മളിടുമ്പം, അത് നമ്മൾ കണക്കാക്കരുത്. ഓക്കെ, നമ്മൾ പിന്നെ തുറച്ചാൽ മതി. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, അതിടുക. ഇളക്കുക. ഇത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഇത് നെയ്മീനാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് പീസുകൾ നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്, കൂടുതൽ മുള്ളും അങ്ങനെയൊക്കെയുള്ള നടുക്കത്തെ പീസുകളാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ അമ്മ ടൊമാറ്റോ ഇടാൻ മറന്നു പോയിരിക്കുകയാണ്. അത് സാരമില്ല, അതിപ്പൊ നമ്മൾ കട്ട് ചെയ്തിടും. തട്ടിക്കൂട്ട് പാചകം. നമ്മള് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്യുക. ഇട്ടേക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. മതി, ഇത്രയും മതി. ഒത്തിരി ഒന്നും ഇളക്കണ്ട, നമ്മൾ കുറച്ച് ഇളക്കിയാൽ മതി. അയ്യോ, മൂത്ത്. അപ്പൊ നമുക്കൊരു ചുമയൊക്കെ വരുമ്പം മീൻസ് അതിന്റെ അർത്ഥം മൂത്തു എന്നാണ് കേട്ടോ. അതിന് നമ്മൾ മൂത്ത് ഇതിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചോളൂ. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ മീൻ കഷ്ണങ്ങൾ എടുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക. മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇതിനകത്തിട്ട് ഇടുക. അപ്പൊ വെള്ളമൊക്കെ ഇത് മതി. ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങി കിടക്കുന്നുണ്ടല്ലോ, അത്രയും വെള്ളം മതി. That's it. ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. ഗൈസ്, അമ്മ ഉപ്പിടാൻ മറന്നു പോയിക്കയാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഉപ്പിടാൻ മറന്നുപോയി. സാരമില്ല, നമുക്ക് പ്രശ്നമില്ല. ഉപ്പ് മാത്രമല്ല ഗൈസ്, മഞ്ഞൾ വിട്ടിട്ടില്ല. ഇതൊക്കെ എന്ത്? മഞ്ഞളോട് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞളാട്ടോ. നമ്മുടെ വീട്ടിൽ മഞ്ഞളൊക്കെ ഉണ്ട് ഗൈസ്.
മഞ്ഞളൊക്കെ ഇട്ടു, അങ്ങനെ ലാവിഷായിട്ട് ഇട്ടോ മഞ്ഞള്. എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെക്കാം. അത് ഇവിടുന്ന് വെന്തോട്ടെ. അങ്ങനെ ഇപ്പൊ നമ്മളുടെ മീൻകറിയൊക്കെ വെന്തു, ചാറൊക്കെ കുറുകി, നോക്കിയേ, കണ്ടോ? ഇനി നമ്മള് ഇതിനകത്ത് ലാസ്റ്റ് നമ്മള് തേങ്ങാപ്പാല് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാല് ഇതിലോട്ട് ഇടുക, ഒഴിക്കുക. എന്നിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഇങ്ങനെ വാരി അങ്ങ് വിതറുക. കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ നെയ്മീൻ കറി, തട്ടിക്കൂട്ട് നെയ്മീൻ കറി. നമുക്ക് ഈ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ബാക്കി ഇതൂടെ കാണിക്കാം. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ഇത് ചീരത്തോരൻ, ഇത് മത്തങ്ങ കറി, കണ്ടോ ഗൈസ്? ഇത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ഉപ്പേരി എന്നും പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ മിന്നാമിന്നി ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ ശരിയെന്ന്, ബൈ.